റസൂലുള്ള സുജൂദിൽ കടന്നപ്പോൾ വദഅഹു ബൈന കത്ഫൈഹി, രണ്ട് ചുമലിന്റെ ഇടയേക്കാണ്ട് വെച്ചു, ഇവിടേക്കാണ്ട് വെച്ചു, അങ്ങോട്ട് ഇട്ടു. വസബത നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദാ, റസൂലുള്ള അവിടെ തന്നെ കടന്നു, സുജൂദിൽ കടന്നു. ഫളഹിഖൂ, അപ്പോൾ അവർ ചിരിച്ചു. ഹത്താ മാല ബഅലുഹും ഇലാ ബഅലിൻ മിനൽ ലഹ്കി, ചിരിയുടെ കാഠിന്യത്താൽ ചിലർ ചിലരിലേക്ക് ചായാൻ തുടങ്ങി. മനസ്സിലായില്ല. ആ ചിരിച്ചു വീഴാന്നറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു വീഴുക. ഫമാല ബഅലുഹും ഇലാ ബഅലിൻ ഹത്താ മാല ബഅലുഹും ഇലാ ബഅലിൻ മിനൽ ലഹ്കി, ചിരിയുടെ ശക്തി കാരണമായി തമ്മിൽ ഓരോരുത്തരും ചിരിച്ചുകൊണ്ട് വീണു. ഫന്തലക മുൻതലിഖുൻ ഇലാ ഫാത്തിമ, അങ്ങനെ ആരോ ഒരാൾ ഇത് കണ്ടിട്ട് സഹി കെട്ടിട്ട്, ഈ കൂട്ടത്തിൽപ്പെട്ടതല്ല, ഏതോ ഒരാൾ ഓടി ഇലാ ഫാത്തിമ. അന്ന് കൊച്ചു കുട്ടിയാണ് ആര്? ഫാത്തിമ ബിബി. ചെറിയ ജാരിയത്താണ്, ചെറിയ പെൺകുട്ടിയാണ്, പ്രായമൊന്നും ആകാതെ ചെറിയ പെൺകുട്ടിയാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അലൈഹിസ്സലാം. വഹിയ ജുവൈരിയ എന്ന കൊച്ചുമോള്, ചെറിയ കുഞ്ഞുമോളാണ് ആര്? അപ്പോഴത്തെ ഈ കുട്ടി ഓടി വന്നു. അപ്പോഴും എവിടെ തന്നെയാണ്? لما قبضها عزرائيل تبسمت فكانت ميته متبسمة. റസൂല വഫാത്തായിട്ട് പിന്നെ ചിരിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ മുമ്പൊരു ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ ബിബി റസൂല വഫാത്തായിട്ട് ചിരിച്ചിട്ടില്ല. എന്നാൽ ചിരിച്ചപ്പോൾ സയ്യിദുന അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞതും ആരെന്നെയാണ്? ഫാത്തിമ ബിബിയ. ഫഇന്നി മഖ്ബൂള, എന്നെ കുളിപ്പിക്കി, എന്നെ വെള്ള വിരിച്ച് കിടത്തി എന്ന് പറഞ്ഞത് ഫാത്തിമ ബിബിയാണ്. മരണം ഞാൻ പിന്നീട് ഒരിക്കൽ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്നിട്ട് ചിരിച്ചങ്ങനെ കിടന്നു. എന്നിട്ട് മഹാനായ സയ്യിദുന, ഇപ്പോൾ ആള് പുറപ്പെട്ടിട്ടുണ്ടെന്ന്, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഓർഡറും കൊണ്ട് ആകാശത്തുനിന്ന് പുറപ്പെട്ടപ്പോഴത്തന്നെ ഭൂമിയിൽ അത് പറഞ്ഞു. ആര്? ഫാത്തിമ. 29 വയസ്സ്, റമളാൻ മാസം. റസൂലുള്ളാഹി റബീഉൽ അവ്വലിൽ വഫാത്തായി. റമളാൻ മാസത്തിൽ ഫാത്തിമ ബീവി ചൊവ്വാഴ്ച വഫാത്തായി. രാത്രി എന്നെ മറവ് ചെയ്തു. വെക്കുക ചെയ്തെന്ന് പറഞ്ഞു. എന്നെ ഒരിക്കലും വെക്കരുത് പറഞ്ഞു. ഞാൻ മരിച്ചാൽ ഉടനെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ചിരിച്ചുകൊണ്ടങ്ങനെ കിടന്നു, ചിരിച്ചങ്ങനെ മരിച്ചു. ചിരിച്ചുകൊണ്ടാണ് മരിച്ചത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അവര് ചിരിച്ചിട്ടേ ഇല്ല. ചിരിച്ചത് മഹാനായ സയ്യിദുന അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പരലോകത്തും, അതായത് ഒരു കറാമത്ത് മരണം തന്നെയാണ്. ഇനി പരലോകത്തെ കറാമത്ത് പറയുകയും വേണ്ട. ഫാത്തിമ സ്വർഗത്തിൽ കയറുന്ന നേരത്ത് സ്വർഗം പരിചയമില്ലാത്ത, പണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്ത 70,000 ഹൂറുല്ലീങ്ങളെ നടുവിലായിരിക്കും ഫാത്തിമ ബിബി സ്വർഗത്തിൽ കിടക്കുക എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു താരിഖ് ബഗ്ദാദിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. വേറെയും ഹില്യത്തിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല? എത്ര? അതായത് പണ്ട് സ്വർഗത്തിൽ കടന്നിട്ടില്ലാത്ത, പണ്ട് സ്വർഗം പരിചയമില്ലാത്ത, അള്ളാഹു പുറത്തുനിന്ന് ഇങ്ങനെ പടച്ചിട്ട് ഹുറുലിങ്ങൾ ഇന്നുമുണ്ട്. വേറൊരു ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വരെ താമസിപ്പിക്കുകയാണ്. ഫാത്തിമ ബീബിയാണ് സ്വർഗത്തിൽ കടക്കുന്ന നേരത്ത് എന്ത് ചെയ്യും? പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യമായി സ്വർഗത്തിൽ കടത്തുക, സിറാത്ത് പാലം കടക്കുക ആരായിരിക്കും? ഫാത്തിമ ബിബി. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു താരിഖ് ബഗ്ദാദി രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുത്തഖി തങ്ങൾ തന്റെ കൻസുൽ ഉമാലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തിബരി തങ്ങൾ, ബഹുമാനപ്പെട്ട തിബരി തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ത്വബറാനി തങ്ങൾ മുഅ്ജമുൽ കബീറിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ മഅ 70,000 ജാരിയത്തൻ മിനൽ ഹൂരിൽ ഐൻ, 70,000, അതായത് സ്വർഗത്തിൽ പണ്ട് പ്രവേശിച്ചിട്ടില്ലാത്ത 70,000 ഹൂറുല്ലീങ്ങളുടെ നടുവിലാണ് ആര്? ഫാത്തിമ ബീബി സ്വർഗത്തിൽ കയറുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകമായ വസ്ത്രം അണിഞ്ഞുകൊണ്ട്, ഒരു പ്രത്യേകമായ വസ്ത്രത്തിലായിരിക്കും വരിക. കമരിൽ ബർഖി. ഈ 70,000 ഒരു നോട്ടം കൊണ്ട് അവരവിടെ കയറിപ്പോകും. കമരിൽ ബർഖി, ഇടിമിന്നെ കടന്നു പോകുന്നത് പോലെ എന്ന് പുണ്യ റസൂൽ. കൂടെ എത്ര ഉണ്ടാവും?
70,000 ഹൂറുല്യങ്ങൾ ഉണ്ടാവും. അവരെ ആനയിച്ച് കൊണ്ടുപോകാൻ ആരെ മാത്രം ആനയിക്കാൻ? ഫാത്തിമ ബീവിയെ മാത്രം ആനയിക്കാൻ 70,000 സ്വർഗീയ അപ്സരസുകളും ഉണ്ടാവും. അവരുടെ നടുവിലാണ് ഫാത്തിമ ബീവി ഉണ്ടാവുക. ബിഹുല്ലത്തിൽ കറാമ, ബിഹുല്ലത്തിൽ കറാമ, ഹുല്ലത്തുൽ കറാമ, ഹുല്ലത്ത് പുതുവസ്ത്രം, അൽ കറാമ കറാമത്തിന്റെ പുതുവസ്ത്രം അണിയിച്ചു കൊടുക്കും. ആർക്ക്? ഫാത്തിമ ബീവിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗത്തൊക്കെ ഹാജരാകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ ഒരുപാട് ഇമാമിങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തുബരിയെ പോലെയുള്ള, ബഹുമാനപ്പെട്ട ഇമാം തൊബ്രാനിയെ പോലെയുള്ള, ബഹുമാനപ്പെട്ട കൻസുൽ അമാൽ പോലെയുള്ള അനവധി കിതാബുകളിലും ഒരുപാട് ഹദീസിന്റെ കിതാബുകളിലും തഫ്സീറിന്റെ കിതാബുകളിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാം. ബിഹുല്ലത്തിൽ കറാമ, ഹുല്ലത്തുൽ കറാമത്ത് ഒരു പ്രത്യേകമായ പുതുവസ്ത്രം. ആ വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് മാത്രമല്ല, ഇബ്നത്തി ഫാത്തിമ യൗമൽ ഖിയാമ അലൈഹ ഹുല്ലത്തുൽ കറാമ ഫതൻദുറു ഇലൈഹൽ ഖലായിഖു, സൃഷ്ടികൾ ഇങ്ങനെ ഫയതഅജ്ജബൂന മിൻഹാ, എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടോട് ആ വസ്ത്രം ഇങ്ങനെ കണ്ടിട്ട് ആളുകൾ അത്ഭുതത്തോടു കൂടെ നോക്കും. എന്നിട്ട് ആ വസ്ത്രത്തിലേക്ക് കുടഞ്ഞിട്ടുണ്ടാവും. എന്ത് കുടഞ്ഞ? മാഉൽ ഹയവാൻ എന്നൊരു വെള്ളമുണ്ട് സ്വർഗത്തിൽ, ഒരു പ്രത്യേകമായ വെള്ളമാണ് മാഉൽ ഹയവാൻ. മാഉൽ ഹയവാൻ എന്നും പറയും, മാഉൽ ഹയാത്ത് എന്ന് പറയും. ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? ആ വെള്ളം നരകത്തിലെ കരിക്കട്ടകളെ മേൽ തെളിച്ചാൽ അത് ജീവൻ വെക്കും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. നരകത്തിൽ പല വകുപ്പ് ആളുകളുണ്ട്. നരകത്തിൽ ദോഷികളായ ആളുകളെ കത്തിക്കും, എന്നാൽ അവർക്ക് അസലിമാൻ ഉണ്ടായിരിക്കും. പിന്നെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവരെ മക്കളോടും അവരെ പരിചയമുള്ള മുഅ്മിനീങ്ങളോടും അല്ലാഹു തആല കൽപ്പിക്കും, നിങ്ങൾ ഇതിൻ്റെ കൂടെ വരണം കേട്ടോ. അത് വേറെ സംഭവമാണ്. അതായത് നരകത്തിൽ ചില ആളുകൾ ഇടും. നരകത്തിൽ അവരെന്തായി മാറും? കരിക്കഷ്ണങ്ങളായി ഇങ്ങനെ മാറും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്രിജു മൻ അറഫ്തു, നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ നിങ്ങൾ പുറത്താക്കിക്കോളി എന്നറിയും. ശഫാഅത്തിന് അധികാരം ആർക്ക് കൊടുക്കും? മുഅ്മിനീങ്ങൾക്ക് കൊടുക്കും. മുഅ്മിനീങ്ങൾ ചിലപ്പോൾ മക്കളാവും, ചിലപ്പോൾ വാപ്പമാരാവും, ചിലപ്പോൾ ഭർത്താക്കന്മാരാവും, ചിലപ്പോൾ ഭാര്യമാരാവും, ചിലപ്പോൾ അവർക്ക് പരിചയമുള്ള മുഅ്മിനീങ്ങളായിരിക്കും. അല്ലാഹു തആല അത്തരം ആപത്തിനത്തോട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ അവരെ അങ്ങനെ ഈ ആളുകളെ എന്താക്കും? നരകത്തിൽ നിന്ന് എടുക്കുമ്പോൾ അവർ കരിക്കഷ്ണങ്ങളാവും, കറുത്ത കരിക്കഷ്ണങ്ങൾ. ഈ കരിക്കഷ്ണങ്ങളുടെ മേൽ പിന്നീട് പുറത്ത് കൊണ്ടുവന്നിട്ട് മാഉൽ ഹയവാനുകൾ കൊടയും. മാഉൽ ഹയവാനുകൾ കൊടയുന്നതോട് കൂടെ നിങ്ങളൊരു വസ്തുവിനെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ വെള്ളം നനയ്ക്കുമ്പോൾ അത് കിളിർത്ത് വരുന്നത് പോലെ ഈ കരിക്കഷ്ണങ്ങൾ എന്താവും? ഇങ്ങനെ വന്നിട്ട് മനുഷ്യനായി മാറും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം തൊടാത്ത സ്വർഗ്ഗം നമുക്ക് നൽകട്ടെ. ഇതിനാണ് മാഉൽ ഹയവാൻ എന്ന് പറയാ. ഈ വെള്ളം ഇങ്ങനെ തുളിച്ചിട്ടുണ്ടാവും എന്തിൻ്റെ മേൽ? ആ വെള്ളത്തിലിട്ട് മുക്കിയതായ വസ്ത്രമാണ്. ഏത് വസ്ത്രം? ഈ കറാം. അതായത് ഈ വസ്ത്രം തന്നെ ഒരു പൊതുജീവനുള്ള വസ്ത്രമായിരിക്കും എന്നർത്ഥം എന്നാണ് എനിക്ക് ഇന്ന് മനസ്സിലായില്ല. ഈ വസ്ത്രത്തിൽ എന്ത് മുക്കിയിട്ടുണ്ടാവും? മാഉൽ കറാമ, ഹുല്ലത്തുൻ, ഒരു പ്രത്യേക പുതുവസ്ത്രം. ആ പുതുവസ്ത്രത്തിലാണ് ഫാത്തിമ ബീവിയെ കൊണ്ടുവരിക. ആ വസ്ത്രത്തിനെ മുക്കിയിട്ടുണ്ടാവും എന്തില്? മാഉൽ ഹൈവാനിൽ എന്ന് ഈ ഹരിയത്ത് ബഹുമാനപ്പെട്ട ഇമാം തുബരി തങ്ങൾ തന്റെ ദഖായിറുൽ ഉഖബയിൽ രേഖപ്പെടുത്തി. ഇമാം തുബരി റളിയല്ലാഹു അൻഹു തന്റെ ദഖായിറുൽ ഉഖബയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ വിളിച്ചു ഫയതഅജ്ജബൂന മിന്നാ, അതായത് വസ്ത്രത്തിന് തന്നെ ഒരു ജീവനുള്ളത് പോലെ ഒരു പ്രത്യേകമായ വസ്ത്രം. ഫയതഅജ്ജബൂന മിന്നാ, ഒരു പ്രത്യേകമായ അവസ്ഥയിൽ ഫാത്തിമ ബീവി ഇങ്ങനെ കയറി വരുന്നത് വല്ലാത്ത ഒരു അത്ഭുതത്തെ. ഫയതഅജ്ജബൂന യൻദുറു ഇലൈഹിൽ ഖലായിഖു ഫയതഅജ്ജബൂന മിന്നാ, സൃഷ്ടികളെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം അത്ഭുതത്തോടുകൂടെ, അതായത് ജിന്ന് ഇൻസ് മലക്ക് എന്ന് വേണ്ട, എല്ലാവരും നോക്കും ആരെ? ആ വരുന്ന രംഗം. ഫയതഅജ്ജബൂന മിന്നാ, അവർ വളരെ അത്ഭുതത്തോടുകൂടെ നോക്കിക്കാണും. ഫഖീല, അപ്പോൾ പറയപ്പെടുന്നുണ്ടാവും, എന്ത് പറയും? അദ്ഖിലൂ ഇബ്നത മുഹമ്മദിൻ അൽ ജന്ന അലാ അഹ്സനി സൂറത്തിൻ വ അക്മലി ഹൈബ വ അതമ്മ കറാമത്തിൻ വ ഔഫരി ഹള്ളിൻ. അദ്ഖിലൂ ഇബ്നത മുഹമ്മദിൻ,
മുഹമ്മദ് നബിയുടെ മകളെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവീൻ അല അഹ്സനി സൂറ, ഏറ്റവും മനോഹരിയായി ഏറ്റവും വലിയ സൗന്ദര്യമുള്ള രൂപത്തിൽ ഫാത്തിമയെ പ്രവേശിപ്പിക്കുക. വ അക്മലി ഹൈബ, ഹൈബത്ത് എന്ന് പറഞ്ഞാല് ഹൈബത്ത് എന്ന് പറഞ്ഞാല് ആ കോലം എങ്ങനെയാണ് കണ്ടാൽ ആളുകളും ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ബഹുമാനത്തിന്റെ ഭയപ്പെടൽ. ഇപ്പൊ മഹാന്മാരെ കാണുമ്പോൾ ഒരു ഭയപ്പെടലുണ്ടല്ലോ, അതുപോലെ ഒന്നും ചെയ്തിട്ടല്ലല്ലോ. ഒരു ഹൈബത്ത്, ഒരു പ്രത്യേകമായൊരവസ്ഥ. വല്ലാത്ത ഒരു പൂർണ്ണമായ കറാമത്ത്, മഹാഭാഗ്യവും. അതുകൊണ്ട് പറഞ്ഞാല് പിന്നെ വിവാഹ ഘോഷയാത്ര കൊണ്ടുപോക്കപ്പെടും. ആരെ? ഫാത്തിമ ബീവിയെ ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. അൽ അറൂസി, പുതുമണവാട്ടിയെ പോലെ. മനസ്സിലായില്ല? ഫാത്തിമ ബീവിയെ സ്വർഗത്തിൽ കൊണ്ടുപോലെ എങ്ങനെയാണ്? എന്ന് പറഞ്ഞാല് ആ ഘോഷയാത്ര, വിവാഹ ഘോഷയാത്ര. അതിനാണ് സിഫാഫ് എന്ന് പറഞ്ഞാൽ കല്യാണാഘോഷം എന്നതിന്റെ അർത്ഥം. ഫതുസഫു, അങ്ങനെ വിവാഹ ഘോഷയാത്രയായി കൊണ്ടുപോകപ്പെടും ഫാത്തിമ ബീവിയെ കൽ അറൂസി, പുതുമണവാട്ടിയെ പോലെ. ഹൗലഹാ, ഫാത്തിമ ബീവിയുടെ ചുറ്റുമുണ്ടായിരിക്കും സബഉന അൽഫ ജാരിയ, എത്ര? 70,000 സ്വർഗീയ തരുണിമണികൾ. ഇങ്ങനെ പ്രത്യേകമായ അലങ്കൃതരായ സ്വർഗീയ തരുണിമണികൾ വിവാഹ ഘോഷയാത്രയായിട്ടാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുക. ആരെ? ഫാത്തിമ ബീവിയെ റളിയല്ലാഹു അൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അഥവാ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും വലിയ മഹത്വമുള്ള ആളാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ എന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങോട്ട് വലിയ സ്നേഹം എന്ന് മാത്രമല്ല അങ്ങോട്ടും വലിയ സ്നേഹം. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസത്തിൽപ്പെടുമ്പോൾ രക്ഷപ്പെടുത്തിയിരുന്ന ആൾ ഫാത്തിമ ബീവിയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു രംഗം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. കരള എലിപ്പിക്കുന്ന 2 രംഗത്തും ഫാത്തിമ ബീവിയ. ഒരു രംഗം ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറ. ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത് ലഅനത്തുല്ലാഹി, ഈ മൻ അഷ്കൽ ഖൗമി, ഈ ലോകം കണ്ട ഏറ്റവും വലിയ മോശപ്പെട്ടവർ ആരാണ്, കഠിന ഹൃദയർ ആരാണ് എന്ന് ഒരിക്കൽ നബിയോട് ചോദിക്കപ്പെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഈ ലോകത്ത് ഏറ്റവും കഠിന ഹൃദയർ 2 ആളാണ്. ഒന്ന്, എൻ്റെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്താണ്. 1. 2, സാലിഹിന്റെ ഒട്ടകത്തെ കൊന്ന ഖുദാർ ബിൻ സാലിഫുമാണ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു തആല അത്തരം തമ്മാടികളെ ക്രൂരതയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മൻ അഷ്കൽ ഖൗമി, ലോകത്തിലെ ഏറ്റവും ക്രൂരത, ഭയങ്കര കഠിന ഹൃദയം, എന്ത് വൃത്തിയാണ് ചെയ്യാൻ മടിയില്ലാത്ത അവസ്ഥ. ലോകം കണ്ട ഏറ്റവും വലിയ കഠിന ഹൃദയർ ആരാണ് എന്ന ചോദ്യത്തിന് റസൂലുള്ള പറയുന്ന മറുപടിയാണ്, ലോകത്തെ ഏറ്റവും വലിയ കഠിന ഹൃദയമുള്ള ആളുകൾ 2 ആളുകളാണ്. 1, ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല എൻ്റെ കഴുത്തിലിട്ട ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്താണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ കേട്ടോളൂ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹായുടെ ഒരു അവസ്ഥ എന്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അംർ ബിൻ മൈമൂൻ അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമ യുസല്ലി ഇൻദൽ കഅബ, കഅബയുടെ അടുത്ത് നിസ്കരിക്കുകയാണ് ആര്? ഹബീബായ റസൂലുള്ളാഹ്. വജംഉ ഖുറൈശിൻ ഫീ മജാലിസിഹിം, അവരവരുടെ ഇരിപ്പിടത്തിൽ ഖുറൈശി പ്രമുഖരുമുണ്ട്. ആ നേരത്തെ കഅബയുടെ അടുത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നു പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഖാല ഖായിലും മിൻഹും, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അലാ തൻദുറൂന ഇലാ ഹാദാ അയ്യുക്കും യഖൂലു ഇലാ ജസൂരി ആലി ഫുലാനി ഫയഅമദു ഇലാ ഫർശിയ വദമിയ വസലാ ഫയജി ബിഹി ഫയുംഹിലുഹു ഹത്താ സജദ വളഅഹു ബൈന കതിഫൈഹി എന്ന്. ഇതാ ആ നിസ്കരിക്കുന്ന ആളെ കണ്ടില്ലേ? ഈ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് അറക്കപ്പെട്ട ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല അങ്ങനെ എടുത്തിട്ട് വാരി പിടിച്ച് നിൽക്കണം ഒരാള്. എന്നിട്ടോ ഈ ആള് തന്റെ നെറ്റി മണ്ണിൽ വെക്കും. വച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അല ആത്തക്ക്, ഇയാളെ പെരടിയിലേക്ക് ഇത് വലിച്ചിടണം. അതിന് ഈ കൂട്ടത്തിൽ ആരാ ഉണ്ടാവുമെന്ന് വെച്ചു. ഫമാ ഖാമ അഹദുൻ, ഒരാളും എണീറ്റില്ല. ഫഖാമ ഉഖ്ബ, അപ്പോൾ ആരെണീറ്റു? ഉഖ്ബത്ത് എണീറ്റു ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു ഹൃദയം കടിമാവുന്നതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഫലമ്മ സജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെന്നപ്പോൾ വല്ലഅഹു ബൈന കത്ഫൈഹി, ഈ സാധനം മൊത്തം അയാൾ എന്ത് ചെയ്ത്? റസൂലുള്ളാഹിയുടെ കഴുത്തിലേക്ക് ഇട്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ സംഭവമാണത്. അല്ലാഹുവേ, അല്ലാഹു അവസ്ഥയെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ഹൃദയം ക്രൂരമാവുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വസബത്ത നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഈ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ചൊന്നാണത്. മനസ്സിലായില്ല? ദിവസങ്ങൾക്ക് മുമ്പ് വഫീ റിവായത്തിൻ ഖബല 7 അയ്യാം,
വഫീ റിവായത്തിൻ ഖബല സബഅത്തി അയ്യാം. ഒരു റിവായത്തിൽ 7 ദിവസം മുമ്പ് അറുത്ത് വെയിൽ കൊണ്ട് വൃത്തികേടായ ആ പണ്ടങ്ങൾ ഒന്നടങ്കം. ഒരു ഒട്ടകത്തിന്റെ പണ്ടം നന്നായി എത്ര ഉണ്ടാവും? നിങ്ങൾ വിചാരിക്കണ്ട എന്തൊരു വൃത്തികേട് ഇട്ടതാണെന്ന്. അങ്ങനെയല്ല. അതിന്റെ വൃത്തികേട് മാത്രമല്ല, അതിന്റെ ഹൈമില് അതിന്റെ വൃത്തികേട് ആ നിലക്ക് തല ഉയർത്താൻ പറ്റാത്ത കോലത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സജദ റസൂലുള്ളാഹി റസൂലുള്ളാഹി സുജൂദിൽ കടന്നപ്പോൾ വദഅഹു ബൈന കത്ഫൈഹി, 2 ചുമലിന്റെ ഇടയേക്കാണ്ട് വെച്ചു, ഇവിടേക്കാണ്ട് വെച്ചു, അങ്ങോട്ട് ഇട്ടു. വസബത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദാ, റസൂലുള്ളാഹി അവിടെ തന്നെ കടന്നു, സുജൂദിൽ കടന്നു. ഫളഹിഖൂ, അപ്പോൾ അവർ ചിരിച്ചു. ഹത്താ മാല ബഅലുഹും ഇലാ ബഅലിൻ മിനൽ ലഹ്കി, ചിരിയുടെ കാഠിന്യത്താൽ ചിലർ ചിലരിലേക്ക് ചായാൻ തുടങ്ങി. മനസ്സിലായില്ല. ചിരിച്ചു വീഴാന്നറിയല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു വീഴ. ഫമാല ബഅലുഹും ഇലാ ബഅലിൻ ഹത്താ മാല ബഅലുഹും ഇലാ ബഅലിൻ മിനൽ ലഹ്കി, ചിരിയുടെ ശക്തി കാരണമായി തമ്മിൽ ഓരോരുത്തരും ചിരിച്ചുകൊണ്ട് വീണു. ഫന്തലക മുൻതലിഖുൻ ഇലാ ഫാത്തിമ, അങ്ങനെ ആരോ ഒരാൾ ഇത് കണ്ടിട്ട് സഹി കെട്ടിട്ട്, ഈ കൂട്ടത്തിൽപ്പെട്ടതല്ല, ഏതോ ഒരാൾ ഓടി ഇലാ ഫാത്തിമ. അന്ന് കൊച്ചു കുട്ടിയാണ്. ആര്? ഫാത്തിമ ബീബി. ചെറിയ ജാരിയത്താണ്, ചെറിയ പെൺകുട്ടിയാണ്, പ്രായമൊന്നും ആകാതെ ചെറിയ പെൺകുട്ടിയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അലൈഹിസ്സലാം. വഹിയ ജുവൈരിയ എന്ന കൊച്ചുമോള്, ചെറിയ കുഞ്ഞുമോളാണ്. ആര്? അപ്പോഴത്തെ ഈ കുട്ടി ഓടി വന്നു. അപ്പോഴും ഇവിടെ തന്നെയാണ്, ചെറിയ കുട്ടിയാണ്. ഈ ചെറിയ കുട്ടിയാണ് എന്ത് ചെയ്തത്? അല്പം അത് മാറ്റിയിട്ടത്. പിന്നെ ഈ കുട്ടി ഖുറൈശി പ്രമുഖരെ നേർക്ക് ചെന്നു. എന്നിട്ട് അവർ ആക്ഷേപിക്കാൻ തുടങ്ങി. നാണല്ലാത്തവര് എന്തിനിത് ചെയ്തു എന്ന് പറഞ്ഞു. ഈ ചെറിയ കുഞ്ഞുമോള് അത് റസൂലുള്ളാഹിയുടെ കഴുത്ത് നിറഞ്ഞു. എന്നിട്ട് അവരടുത്തേക്ക് അവർ ചെന്ന് ആക്ഷേപിക്കാൻ തുടങ്ങി. ഫലമ്മ ഖസഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം വീട്ടിയപ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, പടച്ചോനെ ഖുറൈശിന്റെ കാര്യം ഇനി നീ നോക്കുക. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, 3 വട്ടം പറഞ്ഞു അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. പിന്നെ റസൂലുള്ള പേര് പറയാൻ തുടങ്ങി. എന്ത്? അല്ലാഹുമ്മ അലൈക ബി അംർ ഇബ്നു ഹിശാം, ഹിശാമിന്റെ മകൻ അംറിന്റെ കാര്യം, ഹിശാമിന്റെ മകൻ അംറിന്റെ കാര്യം നീ നോക്കണമേ അല്ലാഹ്. ഹിശാമിന്റെ മകൻ അംർ, അവനാണ് ആര്? അബൂ ജഹൽ ലഅനത്തുല്ലാഹി. ഉത്ബത്ത് ബിൻ ഉത്ബത്തിനെതിരെയും റസൂലുള്ളാഹി ദുആ ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശൈബത്ത് ബിൻ റബീഅ, വവലീദ് ബിൻ മുഗീറ, ഉമയ്യത്ത് ബിൻ ഖലഫ്, ഉഖബത്ത് ബിൻ അബീ മുആത്ത്, ഉമാറത്ത് ബിൻ വലീദ്, ഇവർക്കൊക്കെ എതിരെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ദുആ അവരെ പേടിപ്പിച്ച് പിരിഞ്ഞു പോയി എന്നാണ്. മനസ്സിലായില്ല. റസൂലുള്ളാഹിന്റെ ദുആ അവർക്ക് അന്നും പേടിയാ, ഭയങ്കര പേടിയാ. ദുആ കേട്ടപ്പോൾ അവർ പേടിച്ച് എണീറ്റ് പോയി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് റഅയ്തുഹും സുർആ, ഞെട്ടറ്റ് വീണതുപോലെ കബന്ധങ്ങൾ ഛേദിക്കപ്പെട്ടവരായി ഈ പറയപ്പെട്ട ആളുകളെല്ലാം കിടക്കുന്നത് ഞാൻ ബദർ ദിവസം കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല. റസൂലുള്ളാഹിന്റെ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല റസൂലുള്ളാഹിന്റെ കഴുത്തിലേക്ക് വലിച്ചിട്ട ഒരാൾ പോലും ബാക്കിയായില്ല. അവരൊക്കെ ബദറിൽ യൗമ ബദരിൻ സുമ്മ സുഹൈബു ഇലൽ ഖലീബി, പിന്നെ അവരെ ചീഞ്ഞളിഞ്ഞ വൃത്തികേടുള്ള പൊട്ടക്കണത്തിലേക്ക് അവരെ തള്ളിയിടപ്പെട്ടു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കൃത്യമായാണ് ചെയ്തു. ആ ഏരിയയിലുള്ള വൃത്തികേട് കൊണ്ടുവന്നിടുന്ന സ്ഥലമാണ് ഏത്? ഈ കിണർ. വൃത്തികേട് എന്ന് പറഞ്ഞാൽ വൃത്തികേടുകൾ വളരെ, അതായത് പ്രസവാവശിഷ്ടങ്ങൾ, ഹൈലിന്റെ അവശിഷ്ടങ്ങൾ എന്ന് ബുഖാരിയിൽ കാണാം. ഇതിൻ്റെ വക പറയല്ല, ഹുയ്യൽ എന്ന് കാണാം ബുഖാരിയിൽ. അതായത് പെണ്ണുങ്ങൾ ഹൈല് കഴിഞ്ഞാൽ ഒഴിവാക്കുന്ന സാധനങ്ങൾ, തുണി കഷ്ണങ്ങൾ, അതേപോലെ തന്നെ നിഫാസിന്റെ വൃത്തികേടുകൾ, ഇതെല്ലാം വലിച്ചിടുന്ന സ്ഥലമാണ് ഈ ഖലീബ്. ആ ഖലീബിലേക്ക് കൊണ്ടുവന്നിട്ടു ആരെ? അബൂജഹലിനെയും ഉത്ബയെയും ഷൈബത്തിനെയും വലീദിനെയും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പോൾ ചിന്തിക്കണം, ഒരു പ്രതിസന്ധിയുടെ ഘട്ടം അതാണ്. റസൂലുള്ളാഹിനെ ആ സമയത്ത് സഹായിക്കുന്നത് ആരാണ്? ഫാത്തിമ ബി. ഇനി രണ്ടാമത്തെ ഘട്ടം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടം ഉഹദ് യുദ്ധമാണ്.
അതും അത് വേറെ രംഗാണ്. അത് കുടന്മാരല്ല, മണ്ണിന്റെ കൊട്ടക്കാൻ വീഴ്ത്തുന്ന രംഗാണ്. വേറെ രംഗം മറ്റൊരു രംഗം വഹദിയുട്ടക്കളത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആപത്ത് സംഭവിച്ചു എന്ന് കേട്ടുമ്പോൾ ഇറങ്ങി ഓടുകയാണ്. ആര്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിക്ക് നെറ്റിത്തടത്തിൽ വെട്ടുകൊണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധരഹിതനായി വീഴും. അങ്ങനെ ബോധരഹിതനായി വീഴുമ്പോൾ എഴുത്തിന് ഓടി വരും ഫാത്തിമ ബീവി. പല തവണ ബോധരഹിതനായി വീണിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അങ്ങനെ ഫാത്തിമ ബീവി ഇത് കേട്ടിട്ട് ഓഫലും ജുരിഹ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകുസിറത് റുബായത്തുഹു. റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടി. എവിടെ? ഉഹദ് യുദ്ധത്തിൽ. അവിടുത്തെ നെറ്റിത്തടത്തിന് വിട്ടുകൊണ്ടു എന്ന്. വകാനത്ത് ഫാത്തിമ ബിന്തു റസൂലില്ലാഹ് തഗ്സിലു ദമ, രക്തത്തിനെ കഴുകും. ആര്? ഫാത്തിമ ബീവി. വകാന അലി ഇബ്നു അബി ത്വാലിബ് യസ്കുബു അലൈഹാ ബിൽ മജന്നി, പാത്രം കൊണ്ട് ഇങ്ങനെ വെള്ളം ചൊരിച്ചു കൊടുക്കും. ആര്? അലി റളിയല്ലാഹു അൻഹു. فلما رأت فاطمة أن الماء لا يزيد إلا الدم إلا كثرة لا يزيد الدم إلا كثرة, വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് ഷറഫാക്കപ്പെട്ട റസൂലുള്ളാഹിന്റെ രക്തം മുത്ത് മുഹമ്മദ് മുസ്തഫ ഭൂമിക്ക് പോലും ഹറാമാണ് അമ്പിയാക്കന്മാരുടെ രക്തം. അതിൽ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ഭൂമിക്ക് പോലും ഹറാമാണ്, അവരുടെ ശരീരം ഹറാമാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണിൽ വെച്ചതിന് പോലെ തന്നെയാണ് ഇപ്പോഴും. എന്നല്ല, നബിമാരൊക്കെ അങ്ങനെയാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാഇ, നബിമാരുടെ ശരീരം അല്ലാഹു തആല ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ശറഫാക്കപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കഴുകുന്നുണ്ട്. അലിയാൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫലമാ റഅത്ത് ഫാത്തിമ അന്നൽ മാഅ ലാ യസീദു ദമ ഇല്ലാ കസറത്തൻ, ഈ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് രക്തം കൂടുകയാണ് എന്ന് കണ്ടപ്പോൾ അഹ്റത്ത് ഖിതാഅത ഹസീരിൻ, ഒരു ഈത്തപ്പന തണ്ട്, ഒരു പട്ട എടുത്തിട്ട് ഫഅഹറഖതുഹു, അതാണ്ട് ചുട്ട് കരിച്ചു. ആര്? ഫാത്തിമ ബീവി. ഹത്താ സാറ റമാദൻ, അതങ്ങനെ വെണ്ണീറാക്കി. ഫഅൽസഖതുഹു ബിൽ ജുറൂഹി, എന്നിട്ട് ആ ഈത്തപ്പന, മനസ്സിലായില്ലേ? മരുന്ന് ആരുണ്ടാക്കിയ മരുന്ന്? ഇതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ രക്തം നിന്ന് ഹദീസിൽ കാണാം. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ രക്തം നിന്ന്. ഫാത്തിമ ബീവി എന്ത് ചെയ്ത്? ഈത്തപ്പണയുടെ ആ പട്ട ഉണ്ടല്ലോ, ആ പട്ട എന്ത് ചെയ്ത്? തീ കത്തിച്ച്. എന്നിട്ട് ഹത്ത സാറത്ത് റമാദൻ, അതെന്തായി മാറി? റമാദ് വെണ്ണീർ ചാരായി മാറി. എന്നിട്ട് ഫഅൽസഖതുഹു, അതിനെ കൂട്ടിപ്പിടിച്ചു. ബിൽ ജുർഹി, ആ മുറിപ്പാടിൽ. ഫസ്തംസഖദമു, അപ്പോൾ രക്തം നിന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെട്ട് കെട്ടിയിട്ടുണ്ടെന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് ആരാണ്? മഹദിയായ ഫാത്തിമ. ചികിത്സിച്ചതും ഫാത്തിമ ബി തന്നെയാണ്, രക്തം നിർത്തിയതും ആരെന്നെയാണ്? ഫാത്തിമ ബി. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങനെയാണ്. ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടോ, അവിടെ മുത്ത് റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടടുത്ത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരിക്കും. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഭയങ്കര ഇഷ്ടമാണ്, അങ്ങോട്ട് ഇഷ്ടമാണ്. ഇല്ലെന്ന് ലാ തുജഅലു ദുആ റസൂലി കദുആഇ ബഅലികും ലിബഅലി, നിങ്ങൾ തമ്മിൽ വിളിക്കുന്നത് പോലെ നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല എന്ന് ആയത്തിറങ്ങി. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജഅലു ദുആ റസൂലി കദുആ ബൈനകും കദുആഇ ബഅലികും ബഅല എന്ന ആയത്തിറങ്ങി. ബഹുമാനപ്പെട്ട നിങ്ങൾ തമ്മിൽ വിളിക്കുന്നത് പോലെ ആരെ വിളിക്കരുത്? റസൂലുള്ളാഹിനെ വിളിക്കരുത്. ഫതഹയ്യബത്ത് നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് ഫാത്തിമ ഫതഹയ്യബതു, അപ്പൊ എനിക്കൊരു പേടിയായി. കാരണം ഞാൻ ഉപ്പാന്നാണ് വിളിക്കാറുള്ളത്. റസൂലുള്ളാഹിനെ സാധാരണ ഒരാളെ വിളിക്കും പോലെ വിളിക്കാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയപ്പോൾ എനിക്ക് പേടിയായി എന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അങ്ങനെ പിന്നീട് ഫാത്തിമ ബിവി എൻ്റെ അടുത്തേക്ക് റസൂലുള്ളാഹി കയറി വരികയാണ്. അപ്പോൾ എന്ത് ചെയ്തു? യാ റസൂലല്ലാഹ്, സാധാരണയായി എന്താ ചെയ്യാറുള്ളത്? യാ അബത്തി യാ അബി യാ അബത്തി എന്നാ വിളിക്കാറുള്ളത്. ആ തവണ ഈ ആയത്തിറങ്ങിയതിന് ശേഷം കയറി വന്നപ്പോൾ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു. ഫജഅൽതു അഖൂലു ലഹു യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് എന്ന് ഞാൻ നബിയെ വിളിക്കാൻ തുടങ്ങി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅഖ്ബല അലയ്യ, അപ്പോൾ റസൂലുള്ളാഹി ഒന്നും കൂടി എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോളെ, ലം തൻസിൽ ഫീകി, ആ ആയത്ത് നിന്റെ വിഷയത്തിൽ ഇറങ്ങിയിട്ടേയില്ല. നിനക്ക് എന്നെ വിളിക്കാൻ പരിചയമില്ല, അത് ദുനിയാവിനുള്ളതാണ്. നീയും ഞാനും തമ്മിൽ മനസ്സിലായില്ല,
നനയും നീയും ഞാനും തമ്മിൽ വിളിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയില്ല. എന്നെ സാധാരണ ഒരു മനുഷ്യനെ വിളിക്കുന്നത് പോലെ വിളിക്കാൻ പാടില്ല എന്നത് ലോകത്തിനിറങ്ങിയ ആയത്താണ്. ആർക്കല്ല? നിനക്കല്ല എന്ന്. നിന്റെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്തല്ല എന്ന്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരു പ്രത്യേകതയാണ്. ഫാത്തിമ ബീവി, നാം വേറെ മക്കളില്ലേ? ഉണ്ട്, പക്ഷെ പ്രത്യേകതയാണ്. ഒരിക്കൽ വിശന്നിട്ട് കയറി വരിക ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. അപ്പോൾ മോളെ എന്താ വിശപ്പാണ് ഉപ്പാന്ന് പറയും. അവിടെ ഇരുന്ന് ഇരുന്ന് ഒരിക്കലൊരു സംഭവമാണത്. ഫദ്നു മിന്നി, എൻ്റെ മോൾക്ക് അങ്ങനെ വിശക്കാൻ പാടില്ലല്ലോ. ഉദനു മിന്നി, അടുത്തേക്ക് ഇരിക്കാറ്. ഫദനൗതു ഇലാ റസൂലില്ലാ, അപ്പോൾ യാ റസൂലല്ലാഹ് അടുത്തേക്ക് ഇരുന്നെടുത്തു. അപ്പോൾ പറഞ്ഞു ദിനി മിന്നി, ഒന്നും കൂടി ഇങ്ങനെ അടുത്തേക്ക് ഇരിക്കും മോളെ. ഫദനൗതു ഇലാ റസൂലില്ലാ, ഞങ്ങൾക്ക് ഒന്നും കൂടി. അപ്പോൾ സാറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഫർരിജു ബൈന റാഹതിഹി വ അസ്വാബിഇഹി അൽയുംന, വലത്തെ ഉള്ളങ്കയും വിരലുകളും മൗളിഇൽ ഖിലാദ, ഈ മനസ്സിലായില്ല, അതായത് മാലയുടെ ലോക്കറ്റൊക്കെ വരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, മനസ്സിലായില്ല എൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഉള്ളങ്കയും വിരലും എന്ത് ചെയ്ത് അവിടെ ഇങ്ങനെ അങ്ങനെ പരത്തി വെച്ചു. എന്നോട് പറഞ്ഞു, യാ റബ്ബി പടച്ചോനെ, അല്ലാഹുമ്മ റുഫഇൽ ജുഅ, പടച്ചോനെ അനിബിനത്തി ഫാത്തിമ, പടച്ചോനെ എൻ്റെ ഫാത്തിമയെ തൊട്ട് നീ വിശപ്പിനെ ഉയർത്തണേ, ഇവൾക്ക് ഇനി വിശക്കാൻ പാടില്ല. പിന്നെ ഫാത്തിമാവി പറയാണ്, ഫമാ ശഅർതു ബിജൂഇൻ ബഅദു, ദിവസങ്ങളോളം പട്ടി നടക്കും, എന്തുണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല. പിന്നെ വിശപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പരിഹാരം അതാണ്, അല്ലാതെ എന്തല്ല, ഭക്ഷണമല്ല പരിഹാരം. ആ ഉള്ളങ്കയും വിരലും കൂടി ഫസാറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഫർരിജു ബൈന റാഹതിഹി വഅസ്വാബിഇഹി, അവിടുത്തെ ഈ ഉള്ളങ്കയും വിരലും റസൂൽ അങ്ങനെ വിടർത്തി വെച്ചു. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അല്ലാഹുവേ പടച്ചവനെ, റിസ്ഖിനെ തുറന്നു കൊടുക്കുന്നവൻ റബ്ബേ ഇർഫഇൽ ജുഅ, നീ വിശപ്പിനെ ഉയർത്തണ അനിബിനത്തി ഫാത്തിമ, എൻ്റെ മോൾക്ക് ഇനി വിശക്കാൻ പാടില്ല റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞു. ആര്? മൂത്ത് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. പട്ടിണി അടക്കും, എന്തുണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല എന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒരു ക്ലാസ്സും കൂടി അവരുടെ മഹത്വത്തെ കുറിച്ച് തന്നെ പറയും, ഒറ്റ ക്ലാസ്സും കൂടെ പറയും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അതിനുശേഷം നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. വീണ്ടും ചില പ്രധാനമായ കാര്യങ്ങളുണ്ട്. എല്ലാ കുടുംബത്തെ പോലെയുമല്ല എൻ്റെ ഫാത്തിമയുടെ കുടുംബം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഏതൊരു കുടുംബത്തെ ഒരു വ്യക്തിക്കും ഉമ്മ വഴിയും കുടുംബം ഉണ്ടാകും, ബാപ്പ വഴിയും കുടുംബം ഉണ്ടാകും. എന്നാൽ എൻ്റെ ഫാത്തിമ വഴിക്ക് ഉമ്മ വഴി കുടുംബവും ഞാനാണ്, ബാപ്പ വഴി കുടുംബവും ഞാനാണ്. ഒരിക്കൽ ബാപ്പ വഴി കുടുംബമല്ല, വല്യാപ്പ വഴിയാണ് കുടുംബം. ഉമ്മ വഴിയും കുടുംബമല്ല, ബാപ്പ വഴിയും കുടുംബമല്ല. ആര് വഴിയാണ്? വല്യാപ്പ വഴിയാണ്. ഇത് ആരിൽ മാത്രവുമാണ്? ഫാത്തിമയിൽ മാത്രം. വേറെ റസൂലുള്ളാഹിക്ക് പെൺകുട്ടികളുണ്ട്, മനസ്സിലായില്ല? വേറെയും റസൂലുള്ളാഹിക്ക് പെൺകുട്ടികളുണ്ട്, മനസ്സിലായില്ലേ? അവർ വഴിയല്ല. ആര് വഴിയാണ്? മനസ്സിലാണ്ട് പറഞ്ഞ ആര് വഴിയാണ്? ഇത് ഫാത്തിമ ബീവിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഇത് ഫാത്തിമാന്റെ പ്രത്യേകതയാണ്. അതായത് ഏതൊരു വ്യക്തിക്കും ഉമ്മ വഴിയും കുടുംബം ഉണ്ടാകും, ബാപ്പ വഴിയും കുടുംബം ഉണ്ടാവും. എന്നാൽ ഇല്ല ഫാത്തിമക്കൊഴികെ. ഫാത്തിമക്ക് ഉമ്മ വഴി കുടുംബം, ഫാത്തിമാന്റെ മക്കൾക്ക് ഉമ്മ വഴി കുടുംബവും വല്യാപ്പ വഴിയാണ്, ബാപ്പ വഴി കുടുംബവും വല്യാപ്പ വഴിയാണ്. അപ്പോൾ അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാനാണ്. അവരുടെ അമൂദ് ഞാനാണ്. അമൂദ് എന്നാൽ തൂങ്കാല് ഞാനായിരിക്കും. അത് ഖാസത്തും ബി ഫാത്തിമ. ആർക്ക് മാത്രമാണ്? ഫാത്തിമക്ക് മാത്രം, വേറെ ആർക്കും ഇല്ല. വേറെ ആർക്കും ഈ പ്രത്യേകത ഇല്ല, ഇത് ഫാത്തിമക്ക് മാത്രമാണ്. അതുകൊണ്ട് ഫാത്തിമയുടെ പേരമക്കൾ അവരെ സംബന്ധിച്ച് ഒരാൾ അന്വേഷിക്കേണ്ട. അവരെ വല്യാപ്പയെ പറ്റി അന്വേഷിച്ചാൽ മതി. അവരെ പേരമക്കൾ മുഴുവനും അതിലേക്ക് ചേർക്കപ്പെടും, വല്യാപ്പയിലേക്ക്, മുഹമ്മദ് മുസ്തഫ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവിക്ക് മാത്രം നൽകിയ പ്രത്യേകതയാണ് എന്ന്. മിസ്റിലുണ്ട്, ഈജിപ്തിൽ സൈനബ് ബീവിയുടെ ഒരു മഖ്ബറയുണ്ട്. യാ പടച്ച തമ്പുരാനെ, ഞാൻ കഴിഞ്ഞ 1.5 മാസം മുമ്പ് അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്. ഭയങ്കര ഒരു മുഅ്മിനായ മനുഷ്യൻ അതിൻ്റെ പരിസരത്തെത്തുമ്പോഴത്തേന് ഖൽബ് പൊട്ടിപ്പോകും. അതായത് ഫാത്തിമ ബീവിയുടെ ചെറിയ മോളാണ് ആര്?
സൈനബ് ബീവി. ഫാത്തിമ ബീവിയുടെ ചെറിയ മോളാണ് സൈനബ് ബീവി. പിന്നീട് മിസ്രിൽ പോയതാ. ആങ്ങളയുടെ തലയും അവിടെ കൊണ്ടുപോയി മറവിയിട്ടു. ആങ്ങള ആര്? സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു. സൈനബ് ബീവിയുടെ മഖ്ബറ അവിടെ തന്നെയാ. യാ സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു സംഭവമാണെന്നറിയും. ഒരു മുഅ്മിനായ മനുഷ്യന് ആ ഏരിയയിൽ എത്തുമ്പോഴത്തേന് ബേജാറായി പോകും. വല്ലാത്തൊരു സംഭവമാണ് സൈനബ് ബീവിയുടെ മഖ്ബറ എന്ന് പറഞ്ഞാൽ. ഒരു വല്ലാത്തൊരു സംഭവം. പൊട്ടിക്കരയാത്ത ഒരു മനുഷ്യൻ അവിടെ ഉണ്ടാവില്ല. ആ മഖ്ബറയിൽ പ്രവേശിച്ചിട്ട് കരയാത്തൊരു മനുഷ്യൻ, തല തൂക്കിയിരുന്ന് കരയുന്ന നൂറുകണക്കിന് ആളുകളെ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടിട്ടുണ്ട്. റബ്ബ് സഹായിച്ചാൽ ഒരാഴ്ചക്ക് 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും ഞാൻ അവിടെ പോകും. അള്ളാഹു സഹായിച്ചാൽ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളുടെയൊക്കെ സലാം ഞാൻ പറയാം. അടുത്ത ക്ലാസ് ഉണ്ടാവും. അടുത്ത ക്ലാസ്സിലായേ പറഞ്ഞു പോവുള്ളൂ. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ് കഴിഞ്ഞേ പോവുള്ളൂ. നിങ്ങളൊക്കെ ദുആ ചെയ്യ്. ഇൻഷാ അള്ളാഹ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. മഹദിയായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ എന്ന് ഈ കഴിഞ്ഞ തവണയൊക്കെ പോയപ്പോൾ പ്രത്യേകമായ അനുഭവങ്ങളും എനിക്ക് മഖ്ബറയിൽ ഉണ്ടായി. എന്തുകൊണ്ട്? നമ്മൾ അവരെ കുടുംബത്തെ പറ്റി പറയുകയാണ്. അത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മഖ്ബറയിലും ഉണ്ടായിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ പോയി ഞാൻ പരിസരം മറന്നുപോയൊരു സംഭവം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോൾ ചില ആളുകൾ എന്നെ കളിയാക്കി. ഞാൻ ഷിയയാണ് എന്നതിന് തെളിവായിട്ടും ചില ആളുകൾ പറയുന്നത് അതാണ്. അതൊക്കെ പറഞ്ഞോട്ടെ, ഇത് നമ്മുടെ പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബിന്റെ മഖ്ബറയുണ്ട്. എവിടെ? കൂഫയിൽ. മഹാനായ സയ്യിദുന ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിന്റെ മറവ് ചെയ്ത ഒരു മഖ്ബറയുണ്ട് അതിന്റെ പരിസരത്ത്. മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അഖീൽ. അഖീലിന്റെ മകനാണ് മുസ്ലിം ഇബ്നു അഖീൽ. അവനെ യസീദിന്റെ ഗവർണർ ചതിച്ചു കൊല്ലുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു സന്ധി സംഭാഷണത്തിന് വേണ്ടിയും കൂഫക്കാരുമായി സംസാരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഇയാളെ ചതിച്ചു കൊല്ലുകയാണ് യസീദിന്റെ ഗവർണർ. അദ്ദേഹത്തിന് അവിടെ മറവ് ചെയ്തിട്ടുണ്ട്. ആരെ? മുസ്ലിം ഇബ്നു അഖീലിനെ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ ഭയങ്കര മഹാനാണ് മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു. അതിന്റെ പരിസരത്തിന്റെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അവിടെ എത്തിക്കട്ടെ. എല്ലാം ദുആ ചെയ്യണം. വലിയ ഒരു സംഭവമാണത്, വല്ലാത്ത ഒരു സംഭവമാണ്. ഇന്ന് ലോകത്തിന്റെ ഒരു അവസ്ഥ എന്തെന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ് 2 മഹാന്മാർ. ഒന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ്, ഒന്ന് ബഹുമാനപ്പെട്ട ഫാറൂഖ്. പിന്നെ മഹാനായ ദുന്നൂറൈനിയാണ്. ദുന്നൂറൈനിയുടെ മഖ്ബറ മറക്കപ്പെട്ടത് എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഏറെ സിയാറത്ത് ചെയ്യപ്പെടുന്ന മഖ്ബറയായിരുന്നു. ആരുടേത്? ബഹുമാനപ്പെട്ട ദുന്നൂറൈനി. ദുന്നൂറൈനി അറിയൂലേ? ഹബീബായ റസൂലുള്ളാഹിയുടെ 2 പെൺകുട്ടികളെ കിട്ടിയതുകൊണ്ടാണ് എന്ത് പേര് കിട്ടിയത്? ദുന്നൂറൈനി. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവരുടെ മഖ്ബറ ഏറ്റവും ആളുകൾ വരുന്ന ഒരു മഖ്ബറയായിരുന്നു. പക്ഷെ പിന്നീട് എന്തുണ്ടായി എന്നാൽ വഹാബിസം അധികാരം കിട്ടിയപ്പോൾ അതവർ നശിപ്പിച്ചു, അതവർ നിലം പരിശാക്കി. ലോക ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിൽ വഹാബികൾ ചെയ്ത തെറ്റ് ആരും ചെയ്തിട്ടില്ല. അത് 1000 കൊല്ലം തലകുത്തി നിന്നാലും തീരുകയില്ല. ജന്നത്തുൽ ബഖീൽ തന്നെ. അതെ, ജന്നത്തുൽ ബഖീലാണ് ആരുടെ മഖ്ബറ? ദുന്നൂറൈനിയുടെ മഖ്ബറ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിലം പരിശാക്കി. അവിടെ തന്നെയായിരുന്നു ആയിഷ ബീബിയുടേത്, നിലം പരിശാക്കി. അവിടെ തന്നെയാണ് ഫാത്തിമ ബീബിയുടേത്, നിലം പരിശാക്കി. 1000കണക്കായ കൊല്ലം സൗകര്യപൂർവ്വം മോമിനിയങ്ങൾ പൊട്ടിക്കരഞ്ഞ് സിയാറത്ത് ചെയ്തിരുന്ന ആ സ്ഥലം ഇന്ന് എവിടെ അടയാളം പോലും അറിയില്ല. 1000 കൊല്ലം ഇവർ തലകുത്തി നിന്നാലും ഈ തെറ്റിന് പരിഹാരം ഉണ്ടാവില്ല. 1000 കൊല്ലം തലകുത്തി നിന്നാലും. എന്താണ് അതിന് ന്യായം പറഞ്ഞത്? എന്ത് ന്യായം അവർ പറഞ്ഞത്? എന്താണ് അവർ ന്യായം പറഞ്ഞത്? എന്ത് ന്യായം അവർ പറയുന്നത്? അതൊരു ന്യായാണെങ്കിൽ ഞാൻ റോളിനെ പൊളിച്ചൂടെ? മനസ്സിലായില്ല. ഖബറിന്റെ മേലെ എടുപ്പെടുക്കൽ അന്യായമാണെങ്കിൽ അത് റൗളയും പൊളിച്ചൂടെന്നാൽ പൊളിച്ചൂടെന്നാ. റൗള പൊളിക്കാൻ ആളെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ റൗള പൊളിക്കാൻ നിശ്ചയിക്കപ്പെട്ട തൊഴിലാളികൾ പിറ്റേന്ന് നേരം വെളുത്തുമ്പോഴത്തെ ആണ് മരിച്ചു. അതിൽ പിൻവാങ്ങിയതാ. മനസ്സിലായില്ല. വഹാബികൾ മദീന പിടിച്ചടക്കിയപ്പോൾ അവർ എന്തിന് തീരുമാനിച്ചു? റൗള പൊളിക്കാൻ തീരുമാനിച്ചു. ചരിത്രം എന്റെ കയ്യിലുണ്ട്, ചരിത്രം പഠിക്ക്. റൗള പൊളിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പിറ്റേന്ന് നേരം വെളുത്ത് നോക്കുമ്പോൾ ഒരൊറ്റ വാക്കില്ല. അതിന് നിശ്ചയിക്കപ്പെട്ട തൊഴിലാളികൾ ആ രാത്രിയാണ് മരിച്ചു. അപ്പോൾ അവര് മനസ്സിലാക്കി ഇരുമ കളിക്കാൻ പാടില്ല. തിരിച്ചു വന്നു. അവരൊറ്റ സംഭവം. ചിന്തിക്ക്, നിങ്ങൾ വളരെ ചിന്തിക്ക്. ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ മഖ്ബറ പൊളിക്കപ്പെട്ടു, ഒക്കെ തകർത്തു. ഇന്ന് ആ വിഷയത്തിൽ ഈ 4 ഖുലഫാക്കളുടെ കൂട്ടത്തിൽ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത
ആയതുകൊണ്ട് അത് ബാക്കിയുണ്ട്. ഇനി അവിടെ ബാക്കിയുള്ള ഒരു മഹാനുണ്ടെങ്കിൽ അത് കൂഫയിൽ ആരുണ്ട്? ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. എന്താണെങ്കിലും സംരക്ഷിച്ചവരുണ്ട്. പിന്നെ കിർബലയിലുണ്ട് ആര്? ബഹുമാനപ്പെട്ട കിർബലയിൽ ഉടലുണ്ട് ആരുടെ? റളിയല്ലാഹുവിന്റെ തലയുണ്ട് എവിടെ? അസർ ഷെരീഫിന്റെ നേരെ മുന്നിൽ. ഒരു നിലക്ക് അസറിലെ കുട്ടികളെ ബർക്കത്ത് തന്നെയാണ്. ഇന്നും ലോകത്ത് ഏറ്റവും വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയാണ് ഏത്? അസർ ഷെരീഫ്. അസർ ഷെരീഫും ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല മക്ബറ ചെയ്യുന്ന തമ്മിൽ ഈ റോഡും ഇതും തമ്മിൽ വ്യത്യാസം. ഇടയിലെ അണ്ടർഗ്രൗണ്ടാ, നടുവിൽ വഴി. മനസ്സിലായില്ല? ഇങ്ങനെ പാസേജ് അടി കൂടെ എന്ത് ആ വഴി മനസ്സിലായില്ല? എന്താ അതിന്റെ പേര് പറയാലോ, എന്താ പറയാ, സബ് അങ്ങനെ അടി കൂടെ ഉള്ള വഴി. നേരെ ഇങ്ങോട്ട് പൊങ്ങും. ഈ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു തലവ് മറവ് ചെയ്തിരുന്നു. അത് അസർ ഷെരീഫ്. അസർ ഷെരീഫ് എന്ന് പറഞ്ഞാൽ 1000-ലേറെ കൊല്ലമായി നിലനിൽക്കുന്ന ഇസ്ലാമിക യൂണിവേഴ്സിറ്റി. ആ കുട്ടികളെ മഹത്വം തന്നെ എന്തായിരിക്കും? ആ കുട്ടികൾ, നല്ലൊരു ശതമാനം കുട്ടികൾ സദാസമയം ഇതിന്റെ പരിസരത്തുണ്ടാവും. ആരുടെ? ഹുസൈൻ റളിയല്ലാഹുവിന്റെ. ഈ കഴിഞ്ഞ തവണ ഞാൻ ഹുസൈൻ റളിയല്ലാഹുവിനെ മക്ബർ സിയാറത്ത് ചെയ്യാൻ പോയി. അള്ളാഹു ഒരു വല്ലാത്ത അത്ഭുതം തന്നു. സാധാരണ അവിടുത്തെ അവസ്ഥ എന്തെന്നാല് ഒരാളെയും ശ്രദ്ധിക്കൂല. ചെന്നവരൊക്കെ ഫാത്തിയോടും യാസീനോടും അങ്ങനെ ഒരാൾ രണ്ടാള് അങ്ങനെയാണ് ദ്വാരക്കും. അങ്ങനെയാണ്. ഈ തവണ അള്ളാഹു നമുക്ക് ഈ ഒരു പ്രഭാഷണത്തിന്റെ കറാമത്ത് എന്ന് തന്നെ പറയാലോ. ഈ പ്രഭാഷണത്തിനൊരു മഹത്വം ഉണ്ടല്ലോ. ഞാൻ അവരുടെ മക്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. അൽ ഫാത്തിഹ എന്നാണ് പറഞ്ഞപ്പോഴത്തിന് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് സൂചി വീണ നിശബ്ദതയായി. മക്ബറയിൽ ഒരൊറ്റ ആൾ മിണ്ടുന്നില്ല. നമ്മളെ കൂടെ ഫാത്തിഹ ഓടി, നമ്മളെ കൂടെ യാസീൻ ഓടി, നമ്മളെ കൂടെ ഇഖ്ലാസ് മുഹമ്മദത്തിന് ഓടി ദുആ ചെയ്തു. ഇത് മുഴുവനും ഞാൻ അറിയൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ? പകുതി നമ്മൾ അറബിയിൽ ദുആ ചെയ്തിട്ട് പകുതി പിന്നെ മലയാളത്തിൽ ദുആ ചെയ്തു. എന്നാ അറബികളോ ഒരൊറ്റ ഒന്നില്ലാതെ അവസാനം വരെ ആമീൻ പറഞ്ഞു. മനസ്സിലായില്ല? നമ്മൾ മലയാളത്തിൽ ദുആ, അപ്പോഴും അവരെന്ത് പറയാ? ആമീൻ പറയാ. അത് കഴിഞ്ഞ് മഗ്‌രിബിന്റെ ഇശാന്റെ ബാങ്ക് കൊടുക്കുന്ന വരെ നമ്മളാണ് ദുആ ചെയ്തു. മിണ്ടിയില്ല, ഒരാൾ മിണ്ടിയില്ല. ഇതുപോലത്തെ അനുഭവം സൈനബ് ബിബി അഖ്ബറയിൽ ഉണ്ടായിട്ടുണ്ട്. സൈനബ് ബിബി പറഞ്ഞ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ ഇളയ മോളാണ്. ആര്? സൈനബ്. യാ സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഇനിയും അവരെ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതാളും ഇത് വഴിയാണ്. ഈ അടുത്ത ആഴ്ച ഈ മാസത്തിന്റെ പ്രത്യേകത എന്താ? റബീഉൽ ആഖിറിന്റെ പ്രത്യേകത പറയും. എന്താ റബീഉൽ ആഖിറിന്റെ പ്രത്യേകത? റബീഉൽ ആഖിറിന്റെ പ്രത്യേകത ആരാ? എന്താ പ്രത്യേകത? റബീഉൽ ആഖിറിന്റെ പ്രത്യേകത എന്താണ്? ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ആണ്ടാണ് ഇന്ന് റബീഉൽ ആഖിർ. ഈ മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായില്ലേ? അന്തൽ ഹസൈനിയവൽ അന്തൽ ഹുസൈനിയവൽ കുൻത മഅൻ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅനാണ്. ബാപ്പയും ഉമ്മയും വഴി ഒരു വഴി ഹസനിയുമാണ്, ഒരു വഴി ഹുസൈനിയുമാണ്. ഹുസൈനിയുമാണ്. അല്ലാഹു തആല ലോകത്ത് വന്ന ത്വരീഖത്തിന്റെ ഇമാമിങ്ങളൊക്കെ ഒന്നിരിക്കൽ ഹസനിയാണ് അല്ലെങ്കിൽ ഹുസൈനിയാണ്. അല്ലാതെ ആര്? ഇഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ പേരക്കുട്ടിയാ. ഷാദുൽ ഇമാം ഫാത്തിമയുടെ പേരക്കുട്ടിയാ. എല്ലാവരും ലോകത്ത് കടന്നു വന്ന ത്വരീഖത്തിന്റെ മശായിഖൻ അവരാണല്ലോ ഹൃദയം ശുദ്ധീകരിച്ച പണിയെടുത്തത് ആരാ? ത്വരീഖത്തിന്റെ മശായിഖന്മാര്. മനസ്സിലായില്ല? ഖാദിരിയത്ത്, റിഫായിയത്ത്, ഷാദുലിയത്ത്, ചിശ്തിയത്ത്, മനസ്സിലായി, സമ്മാനിയത്ത്, തിജാനിയത്ത്, ദസൂഖിയത്ത്, സുഹറവർദിയത്ത്, അഹ്മദിയത്ത്, ഇങ്ങനെ ബദവിയ, ഇങ്ങനെ ഒരുപാട് മഹാന്മാരെ വഴികളുണ്ട്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ശരീരം ചെയ്യേണ്ട കാര്യങ്ങൾ, ശരീരത്തിന്റെ അവയവങ്ങളെ ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമിങ്ങൾ വിശദീകരിച്ചതുപോലെ മനസ്സിന്റെ ശുദ്ധതയും റൂഹിന്റെ തഖ്ദീസും പഠിപ്പിച്ച് ശുദ്ധിയാക്കാൻ വേണ്ടി പണിയെടുത്തത് ബഹുമാനപ്പെട്ട ത്വരീഖത്തിന്റെ മശായിഖന്മാരാ. ഈ ത്വരീഖത്തിന്റെ മശായിഖന്മാർ മുഴുവനും ആരെ പേരെ കുട്ടികളാ? ഫാത്തിമ ബീവി. ഒക്കെ ഫാത്തിമ ബീവി വേണ്ടതാ. ഇനി അവസാനത്തെ ആൾ വരുന്നത് ഫാത്തിമ ബീവി വഴിയാ. മീൻ സുലാലത്തി ഹസൻ മീൻ ഔലാദി ഫാത്തിമാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. അവർക്കല്ലാതെ ലോകത്തിന്റെ രഹസ്യമാണ്. രഹസ്യം എല്ലാവർക്കും അറിയില്ലല്ലോ. ലോകത്തെ ഒരു രഹസ്യമാണ്. ചില രഹസ്യങ്ങൾ കൂടി അടുത്ത ക്ലാസ്സിൽ പറയും ഇൻഷാ അള്ളാഹ്. അതിനുശേഷം നമ്മൾ അവരുടെ വിവാഹത്തിന്റെ കാര്യത്തിലേക്ക് പ്രവേശിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഈ ക്ലാസ് ഒരു നിലക്കും നിങ്ങൾ മുടക്കരുത്. ഇതിന്റെ ഫളാഇൽ ഇതിൽ പങ്കെടുക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നിങ്ങളൊരു നിയത്തും ചെയ്ത് വന്നോളൂ. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 101 ഫാത്തിമ അലി ബിൻ അബി ത്വാലിബിനും ഫാത്തിമ ബീവിക്കും ദിവസം നിങ്ങൾ ഓടി ഒരു കാര്യം നിയത്ത് വെച്ച് ഓടി വരി. നിങ്ങൾക്കൊരു ഖൈറുണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു 101 തവണ എങ്കിലും
ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബിനും ഫാത്തിമ ബീവിക്കും ഫാത്തിഹ ഒരു വരി ഒരു നിയ്യത്തും ചെയ്താൽ എന്താണ് ഈ പരാജയപ്പെടില്ല. ഏറ്റവും വലിയ നിയ്യത്ത് അവരെ കൂടെ നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ലോകം മുഴുവനും അവരുടെ കൂടെ രക്ഷപ്പെട്ട ആളുകളുമാണ്. അവരില്ലാതെ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അവരാണ്. നിങ്ങൾ അറിയില്ലേ, അലി ബിൻ അബി ത്വാലിബ് വേറൊരു കല്യാണം കഴിച്ചിട്ട് അതിൽ കുൽസൂം എന്നൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയെ കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വന്ന് ആര്, അലിയാരെ കുട്ടിയാണ് കുൽസൂമിനെ കെട്ടാൻ വേണ്ടി വന്ന് ആര്, ഉമർ ഇബ്നുൽ ഖത്താബ്. ഞാൻ പണ്ടൊരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ് ഇത് ഞാൻ എൻ്റെ ജാഫറിന്റെ മകനെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് പറയും, അങ്ങനെ പറയില്ലേ അലിയെ, നിങ്ങൾ ആ കുട്ടി എനിക്ക് കെട്ടിച്ചേരി. പിന്നെയും പറയും. അങ്ങനെ പലവട്ടം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർബന്ധിച്ചപ്പോൾ ഈ കുട്ടിയെ ആര് കല്യാണം കഴിച്ചു കൊടുക്കും? അലി താലിഫ് ഉമർ ഇബ്നുൽ ഖത്താബിനെ കെട്ടിച്ചു കൊടുക്കും, കുൽസൂമിനെ. അങ്ങനെ ആ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് വരികയാണ് സദസ്സിന്റെ മുന്നിലേക്ക്. ആര് ചിരിച്ചിട്ടൊരു സന്തോഷത്തിന് അതിരില്ല. എന്നിട്ട് പറയും, ഞാൻ അലിയുടെ പിന്നാലെ കൂടി ഞാൻ വിജയിച്ചു. കാരണം സമിഅ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു നസബിൻ വസബബിൻ യൻഖതിഉ യൗമൽ ഖിയാമ ഇല്ലാ നസബി വസബബി. എല്ലാ കുടുംബ ബന്ധങ്ങളും അവസാന ദിവസം ഇല്ലാതാവും. ഇന്റെ കുടുംബ ബന്ധത്തെ അവസാന ദിവസം ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മുറിയാത്തൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ പേരക്കുട്ടിയെ തിരഞ്ഞെടുത്തത് എന്ന് പറയാണ് ആര്, അൽ ഫാറൂഖ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹാജറായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഹാജറായി പറയാം, മോളെ ഈ ഉമറിനെ നിങ്ങൾ, ഈ ഫക്കീറായ ഉമറിനെ നീ കേട്ടോ, എനിക്ക് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയും അഹബ്ബു ഇലയ്യ ഹത്ത മിൻ അബി അബൂക മുഹമ്മദ് ഫബഅദഹു അൻതി. എന്റെ ബാപ്പാനേക്കാളും എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം നിങ്ങളെ ബാപ്പാനോടായിരുന്നു. ആ വാപ്പ വഫാത്തായപ്പോൾ നിങ്ങളോടാണ്. അത് നിങ്ങൾ മറക്കരുത്. ആരോട് പറയും? ഫാത്തിമാവിനോട് പറയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ആര് പറയും? ആര് പറയും? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫാത്തിമാവിന്റെ അടുത്ത് വന്ന് പറയാണ്, മോളെ ഞാനും നിങ്ങൾ നമ്മുടെ ബന്ധം മനസ്സിലാക്കണം. ആകാശത്തിന്റെ ഭൂമിന്റെ ഇടയിൽ എനിക്ക് എന്റെ ബാപ്പയെക്കാളും എന്നെക്കാളും എനിക്കിഷ്ടം നിങ്ങളെ ബാപ്പ വബഅദഹു അൻതി. ആ വാപ്പയുടെ വഫാത്തായപ്പോൾ പിന്നെ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്. അത് നിങ്ങൾ മറക്കരുത്. ആര് പറയാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ. ആരോട്? ഫാത്തിമയോട്. കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിലിന് മുന്നിൽ പോയി നിന്ന് കരഞ്ഞ സംഭവം. എന്തോ ഫാത്തിമ ബീവിക്ക് ഒരു അനിഷ്ടാണ് എന്ന് ആരോട് പറഞ്ഞ്, ആരോട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയണ വേറെ സംഭവമുണ്ട്, വേറെ റിവായത്തുണ്ട്. അതിന്റെ വേറെ റിവായത്ത് ഞാൻ ഈ ആഴ്ച കണ്ടു. കരയുമ്പോ എന്താ പറയുന്നത് അറിയോ? എനിക്ക് അധികാരം ബയ്യാറ്റൊക്കെ ഏൽപ്പിച്ചിട്ട് ഇന്നെ റസൂലുള്ളാഹിന്റെ മകളെ ശത്രു ആക്കിയിട്ട് നിങ്ങൾ പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ച് പോരെ കടന്നുറങ്ങിക്കോളി, ഞാൻ ഇങ്ങനെ നരകത്തിൽ നീറിക്കോളാം. ആര് പറയാ? മനസ്സിലായില്ല. വാന്തും ഹലീലത്തിക്കും, നിങ്ങളെ ഹലീലത്തിനെ കെട്ടിപ്പിടിച്ച് പെരിയെ കിടക്കുക. എന്നിട്ട് ഈ മാറാപ്പിന്റെ തലയിലിടുക. എന്നിട്ട് ഇന്റെ ഭരണത്തിന്റെ കാര്യത്തിൽ ആർക്ക് ഇന്റെ ഭരണം ശരിയല്ല എന്ന് ആരോട് പറഞ്ഞിട്ടുണ്ട്? ഫാത്തിമാനോട് പറഞ്ഞിട്ടുണ്ട്. ആരോ ആപ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവിന്റെ അടുത്ത് ഇതിനെ പറ്റി തിരുപ്പി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫാത്തിമ ബീക്ക് എനിക്ക് എന്നോട് ഇഷ്ടമില്ല, നിങ്ങളൊക്കെ എന്നത് ഏൽപ്പിച്ച നിങ്ങളോ വാന്തും ഹലായിലിക്കും നിങ്ങളെ പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ കിടക്കുക. എന്നിട്ട് ഞാനിവിടെ നീറുക. എനിക്കിതാവൂല, നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളൂ. ആര് പറയാ? സിദ്ദീഖുൽ അക്ബർ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഫാത്തിമാവിന്റെ വീട്ടിന് മുന്നിൽ ഇങ്ങനെ പോയി നിന്ന്. അപ്പൊ വാതിൽ തുറന്ന് ജാരിയത്ത് വന്നു. എന്തെന്ന് ചോദിച്ചു. പിന്നെ ഇവിടുന്ന് മാദിക്ക് എന്നോട് ഇഷ്ടമല്ല എന്ന് കേൾക്കുന്നുണ്ടാവും. അവര് വാതിലടച്ചു പോയി. പിന്നെ വന്നതന്നെയല്ല കുറെ നേരത്തിന്. അപ്പോൾ അവിടെയാണ് നിന്ന് ആര്? സിദ്ദീഖ് തങ്ങൾ. പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് ജാരിയത്ത് വന്ന് പറയും, ഇന്നഹാറാളിയത്തുനങ്കി അങ്ക, അവർക്ക് വിരോധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കരഞ്ഞ് എന്നിട്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ മദീന പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ പോയിട്ട് ഇമാമത്ത് നിസ്കരിച്ചിട്ട് പിന്നെയും ബാബിയ ഇവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ഈ വെയിലും ഈ മഴ ഇവിടെ കൊള്ളും. ഏത് വരെ? ഞാൻ ഇവിടെ മരിച്ചു തീരുന്നവരെ ഇവിടെ നടക്കും. ഇവരെങ്ങാനും ഇപ്പൊ എന്നോട് ഫാത്തിമ ബീവിക്ക് എന്നോട് അനിഷ്ടല്ല എങ്ങാനും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു ഭരണത്തിന് പോവില്ല, ഞാൻ ഇവിടെ വന്ന് നിൽക്കും. എന്നിട്ട് മദീന പള്ളിയിലെ ബാങ്കിനെ നേരത്തെ നിസ്കരിക്കാൻ പോയവരും പിന്നെ ഇവിടെ നടക്കും. ഞാൻ എന്റെ മരണം വരെ ഈ വാതിൽക്കൽ നിൽക്കുമായിരുന്നു എന്ന് ആര് പറഞ്ഞ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ അവർക്ക് എന്നെ പറ്റി
സന്തോഷമാണ്. അതിനിഷ്ടമൊന്നുമില്ല എങ്കിൽ പിന്നെ ഈ ദുനിയാവ് അബൂബക്കറിന് ഒരു വിഷയമല്ല. പിന്നെ ഒരാളെ ആക്ഷേപമൊക്കെ വിഷയമല്ല. അബൂബക്കറിന് ആകെ പ്രശ്നം ആരാണ്? ഫാത്തിമയാണ്. ഫാത്തിമാക്ക് എന്നെ കൊണ്ട് അനിഷ്ടമാണെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആര് പറയാ? സിദ്ദീഖുൽ അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മക്കളുടെ ഖാദിമീങ്ങളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അവനെ കയ്യെ പിടിച്ചോളൂ, കയ്യെ പിടിച്ചോളൂ. അതിൻ്റെ പിന്നാലെ ഒരിക്കലും നമ്മൾ അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന ഒരാളും പരാജയപ്പെടുകയില്ല. അതിൻ്റെ പിന്നാലെ പോകുന്ന ആൾ പരാജയപ്പെടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല അവരെ മാർഗത്തിൽ പോകാൻ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ഇത് മുഅ്മിനീങ്ങളുടെ മാർഗ്ഗമാണ്. ആ മാർഗമാണ് മുത്ത് മുഹമ്മദ് മുസ്തഫാന്റെ മാർഗം. ദാതൻ വ ശറഫൻ വ ഹിസ്സൻ വ മഅനൻ, എല്ലാ നിലക്കും ഇത് ഹബീബ നബിയുടെ മാർഗമാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഖുർആൻ ഏറ്റി നടന്നൊരു മഹാനുണ്ട്. ഖുർആൻ ആദ്യമായി പരസ്യമായി ലോകത്തെ ഓതിയ ആളുണ്ട്, ഇബ്നു മസ്ഊദ്. ഈ ഇബ്നു മസ്ഊദിനെ ലോകം അറിയപ്പെടുക ഹാമിലുന അലൈ റസൂലില്ലാഹ്, ഹാമിലുന അലൈ റസൂലില്ലാഹ്. ഖുർആൻ ലോകത്ത് പരസ്യമായി ഓതിയ ആളെ എങ്ങനെ അറിയപ്പെടുന്നത്? റസൂലുള്ളാഹിയുടെ ചെരുപ്പ് ഏറ്റി നടന്നിരുന്ന ആള്. ആര്? എന്താ വിചാരിച്ചേ എന്താ? ലോകത്താദ്യമായി പരസ്യമായ ഖുർആൻ ഓതിയ ആൾ. ഈ ആളിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ട്. തഅല്ലമുൽ ഖുർആന അൻ അർബഅ, 4 ആളെ കയ്യിൽ നിന്ന് ഖുർആൻ പഠിച്ചോളീൻ. ഇബ്നു മസ്ഊദിൻ വ ഉബയ്യ് ഇബ്നു കഅബിൻ വ സാലിം മൗല അബി ഹുദൈഫ വ മുആദ് ഇബ്നു ജബലിൻ. മനസ്സിലായില്ല? 4 ആളെ കയ്യിൽ നിന്ന് ഖുർആൻ പഠിച്ചോളീൻ റസൂലുള്ളാഹി പറഞ്ഞു. ഒന്നാര്? ഇബ്നു മസ്ഊദ്. ഒന്നാര്? ഉബയ്യ് ഇബ്നു കഅബ്. ഒന്നാര്? സാലിം മൗല അബി ഹുദൈഫ. ഒന്നാര്? മുആദ് ഇബ്നു ജബൽ. ഈ 4 ആളെ കയ്യിൽ നിന്ന് ഖുർആൻ പഠിച്ചോളീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 4 ആളെ കയ്യിൽ നിന്ന് ഖുർആൻ പഠിച്ചോളീൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതിൽ ഒന്നാമത്തെ ആളാണ് ആര്? എന്നാൽ ഈ ഇബ്നു മസ്ഊദ്, അതായത് ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയത് ഇബ്നു മസ്ഊദ്. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഇജാസത്ത് കൊടുത്തതും ആര്? ഇബ്നു മസ്ഊദ്. ആ ഇബ്നു മസ്ഊദിനെ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയുന്നത് ഹാമിലുന അലൈ റസൂലില്ലാഹ്, ഹാമിലുന അലൈ റസൂലില്ലാഹ്. റസൂലുള്ളാഹി ഒരു മജ്ലിസിലേക്കാണ് കയറിയാൽ ആ ചെരുപ്പ് രണ്ടും പൊതിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും. ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിയുടെ പാരക്കുട്ടി, റസൂലുള്ളാഹിയുടെ ചെരുപ്പ്. ഹാമിലുന അലൈ റസൂലില്ലാഹ്. റസൂലുള്ളാഹിയുടെ 2 ചെരുപ്പിന്റെ വാഹകനാണ് ഖുർആൻ ഈ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി നബി ഏൽപ്പിച്ച ആള്. അതായത് ഖുർആൻ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച ആളും ആ ആളെന്നെയാണ് ആരും. നബിയുടെ ചെരുപ്പ് ചുമന്നിരുന്ന ആളും രണ്ടും പാരക്കുട്ടി, രണ്ടും ഒന്നാണ്. എന്ത് വിചാരിച്ച്? ഈ ലോകത്ത് ദീന് പഠിപ്പിച്ച മഹാന്മാരിൽ ഒരാളാണ് ഇബ്നു ഹജർ. ഇബ്നു ഹജറിന്റെ ബൈത്താണ് എന്ത്? അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി. ഈ ലോകാകെ മുഹമ്മദിന്റെ ചെരുപ്പ് വെക്കാൻ മാത്രമേ ഉള്ളൂ സല്ലല്ലാഹു. ഈ ലോകാകെ കൂട്ടിയാൽ മുഹമ്മദിന്റെ ചെരുപ്പ് വെക്കാനേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ദുനിയാവാകെ മുഹമ്മദ് നബിയുടെ ചെരുപ്പിന്റെ സ്റ്റാൻഡാക്കാം. അതിന്റെ അത്രേ ഉള്ളൂ. ഇത് ഏതോ മൊല്ലാക്ക എഴുതിയതാണെങ്കിൽ ഞങ്ങളോട് പറയില്ല, ഇത് ഇബ്നു ഹജർ എഴുതിയതാ. അലാ റഅസിഹാ. ഇബ്നു ഹജർ ആരാ? ലം യജി ബഅദഹു മിത്ലുഹു. അങ്ങനത്തെ ഒരാൾ പിന്നെ വന്നിട്ടില്ല. ലൈസ ലഹു നളീറുൻ വലാ മസീറുൻ ഫിൽ ഉമ്മത്തിൽ ഇസ്ലാമി. മുസ്ലിം ജനതയിൽ ഇങ്ങനത്തെ ഒരാളില്ല പിന്നീട്, ആരെ പോലല്ല. ആ ഇബ്നു ഹജർ എഴുതി വെച്ചതാണ് എന്ത്? അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദിൻ. ഈ ലോകം മുഴുവനും മുഹമ്മദിന്റെ ചെരുപ്പ് വെക്കാനേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ആ മാർഗത്തെ തുടരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ.